അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 22ാമത്തെ പാഠം അദ്ദർസ് സാനി വൽ അശ്റൂൻ ഹബലുല്ലാഹിൽ മതീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബാണ് ഖുർആൻ. അതിൽ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വൃത്താന്തങ്ങളുണ്ട്, നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വാർത്തകളുണ്ട്, നിങ്ങൾക്ക് വേണ്ട വിധികളുമുണ്ട്. അത് സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ്. അതിൽ സത്യമല്ലാത്തതൊന്നുമില്ല. ധിക്കാരം മൂലം ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അവനെ അല്ലാഹു തആല നശിപ്പിക്കും. അതിലല്ലാതെ സന്മാർഗം അന്വേഷിക്കുന്നവർ വഴിപിഴക്കും. അത് അല്ലാഹു തആലയുടെ ശക്തമായ പാശമാണ്. തത്വസമ്പൂർണമായ ദിക്റാണ്, നേർമാർഗമാണ്. ഇച്ഛാനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. വിശ്വാസികളുടെ നാവുകൾക്ക് അത് പ്രയാസകരമാവുകയില്ല. പണ്ഡിതന്മാർക്ക് അത് പഠിച്ച് മതിവരില്ല. അവർ ആവർത്തനാധിക്യം കൊണ്ട് അതിൻ്റെ പുതുമ നശിക്കുകയില്ല. അതിലെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. ഖുർആൻ അനുസരിച്ച് പറയുന്നവൻ സത്യസന്ധനാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. അതനുസരിച്ച് വിധിക്കുന്നവൻ നീതിമാനാണ്. അതിലേക്ക് ക്ഷണിക്കുന്നവൻ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെടും. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുന്നാസ് കൊണ്ട് അവസാനിക്കുന്ന അമാനുഷിക ഗ്രന്ഥമാണിത്. പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത വിധം നമ്മിലെത്തിയതുമാണ് വിശുദ്ധ ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് ഖുർആൻ. ഈ മുഅ്ജിസത്തിന് പല മുഖങ്ങളുണ്ട്. അവയിൽ ചിലത് താഴെ പറയുന്നവയാണ്. സാഹിത്യമേന്മ. ഖുർആൻ ഏറ്റവും വലിയ സാഹിത്യമാണ്. അതുപോലെയുള്ള മറ്റൊന്ന് ഒരു ഭാഷയിലുമില്ല. അതിലെ ഒരു ചെറിയ അധ്യായത്തിന് തുല്യമായതുപോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. പ്രവചനങ്ങൾ. ഖുർആനിൽ പല പ്രവചനങ്ങളുമുണ്ട്. അവയിൽ പലതും പുലർന്നു, ബാക്കിയുള്ളവ പുലരാനിരിക്കുന്നു. ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും പിൽക്കാലത്ത് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കുമെന്നും ഖുർആൻ പ്രവചിക്കുകയും അത് പുലരുകയും ചെയ്തു. സമ്പൂർണ്ണ നിയമങ്ങൾ. മനുഷ്യരുടെ ജീവിത വിജയത്തിനാവശ്യമായ വിശ്വാസപരവും കർമ്മപരവും സ്വഭാവപരവുമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും ഖുർആനിലുണ്ട്. സ്വാധീനശക്തി. ഖുർആനിന് ഹൃദയങ്ങളെ സ്വാധീനിക്കാനുള്ള അപാരമായ ശക്തിയുണ്ട്. ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടായി. ലോകം മുഴുവൻ ഖുർആൻ ആയിരങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. വൈജ്ഞാനിക മേന്മ. ഖുർആൻ എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ്. എല്ലാ അറിവുകളും ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആൻ അല്ലാഹു തആലയിൽ നിന്നല്ലായിരുന്നെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യം കാണുമായിരുന്നു. ഇനി അതിൻ്റെ അർത്ഥങ്ങൾ അവിടെയുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാർ അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസ് സാനി വൽ അശ്റൂന ഹബലുല്ലാഹിൽ മതീൻ. അവിടെ നമുക്ക് പാഠത്തിൻ്റെ ഹെഡിങ്ങിൽ ഒരു പിഴവ് വന്നിട്ടുണ്ട്. അത് പ്രിയപ്പെട്ട കൂട്ടുകാർ മാറ്റി കൊടുക്കുക. അവിടെ ഹബലുല്ലാഹിൽ മതീൻ എന്ന് കൊടുക്കുക. ഒന്നാമത് കാണാം നംലുൽ ഫറാ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. എല്ലാ വിജ്ഞാനങ്ങളുടെയും ഡാഷ് ആണ് ഖുർആൻ, സ്രോതസ്. 2, പരിശുദ്ധ ഖുർആൻ ലോകം മുഴുവൻ ആയിരങ്ങളെ ഡാഷ് കൊണ്ടിരിക്കുന്നു, സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ ഡാഷ് ആണ് പരിശുദ്ധ ഖുർആൻ, സാഹിത്യം. 4, ഖുർആനിലെ ഒരു ചെറിയ അധ്യായത്തിന് ഡാഷ് പോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല, തുല്യമായത്. 5, മനുഷ്യരുടെ ജീവിത ഡാഷ് ആവശ്യമായ എല്ലാം ഖുർആനുണ്ട് വിജയത്തിന്. ഇനി രണ്ടാമത്തെ വർക്കാണ് നുക്കുമിൽ ഖാനാത്ത്, ആ കോളങ്ങൾ പൂരിപ്പിക്കുക. നിങ്ങൾക്ക് മുൻപുള്ളവരുടെ വൃത്താന്തങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ കിതാബാണ് ഖുർആൻ.
നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വാർത്തകളുണ്ട്. നിങ്ങൾക്ക് വേണ്ട വിധികളുമുണ്ട്. അത് സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ്. അതിൽ സത്യമല്ലാത്തതൊന്നുമില്ല. അതിലല്ലാതെ സന്മാർഗം അന്വേഷിക്കുന്നവർ വഴിപിഴക്കും. അത് അല്ലാഹു തആലയുടെ ശക്തമായ ഭാഷമാണ്. തത്വസമ്പൂർണമായ ദിക്റാണ്. നേർമാർഗമാണ്. ഇച്ഛാനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. പണ്ഡിതന്മാർക്ക് അത് പഠിച്ച് മതിവരില്ല. ഇനി മൂന്നാമത്തെ വർക്കാണ് നുജീബ്, ഉത്തരമെഴുതുക. ഖുർആൻ എന്നാൽ എന്ത്? ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. 2. പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ച് 4 വാചകം എഴുതുക. അത് അല്ലാഹു തആലയുടെ ശക്തമായ ഭാഷമാണ്. തത്വസമ്പൂർണമായ ദിക്റാണ്. നേർമാർഗമാണ്. ഇച്ഛനുസരിച്ച് അനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. 3. പുലർന്ന ഖുർആൻ പ്രവചനത്തിന് ഉദാഹരണം എഴുതുക. ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും പിൽക്കാലത്ത് റോമക്കാരെ പേർഷ്യക്കാർ കീഴടക്കുമെന്നും ഖുർആൻ പ്രവചിക്കുകയും അത് പുലരുകയും ചെയ്തു. 4. പരിശുദ്ധ ഖുർആനിൻ്റെ സ്വാധീന ശക്തിക്ക് ഉദാഹരണം എഴുതുക. ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടായി. 5. പരിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യമേന്മയ്ക്ക് തെളിവ് എഴുതുക. ഖുർആൻ ഏറ്റവും വലിയ സാഹിത്യമാണ്. അതുപോലെയുള്ള മറ്റൊന്ന് ഒരു ഭാഷയിലുമില്ല. അതിലെ ഒരു ചെറിയ അധ്യായത്തിന് തുല്യമായത് പോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. ഇനി നുൻഷിഉൽ ജുംല ഉണ്ടാക്കുക. 1. മാനസാന്തരം. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടായി. 2. ഇച്ഛാനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. ഖുർആൻ കേട്ട മാത്രയിൽ മുസ്ലിമായി. 4. പുലർന്നു. ഖുർആൻ പ്രവചിക്കുകയും അത് പുലരുകയും ചെയ്തു. ഇനി 5-ാമത്തെ വർക്കാണ് തഖ്സീസ്. ഇഅ്ജാസുൽ ഖുർആൻ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കുക. അത് നമുക്ക് പാഠത്തിൽ നിന്ന് തന്നെ നോക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് ഖുർആൻ. ഈ മുഅ്ജിസത്തിന് പല മുഖങ്ങളുമുണ്ട്. അതിൽ ചിലത് താഴെ പറയുന്നവയാണ്. സാഹിത്യ മേന്മ. ഖുർആൻ ഏറ്റവും വലിയ സാഹിത്യമാണ്. അതുപോലുള്ള മറ്റൊന്ന് ഒരു ഭാഷയിലുമില്ല. അതിലെ ഒരു ചെറിയ അധ്യായത്തിന് തുല്യമായതുപോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. പ്രവചനങ്ങൾ. ഖുർആൻ പല പ്രവചനങ്ങളുമുണ്ട്. അവയിൽ പലതും പുലർന്നു, ബാക്കിയുള്ളവ പുലരാനിരിക്കുന്നു. ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും പിൽക്കാലത്ത് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കുമെന്നും ഖുർആൻ പ്രവചിക്കുകയും അത് പുലരുകയും ചെയ്തു. സമ്പൂർണ്ണ നിയമങ്ങൾ. മനുഷ്യരുടെ ജീവിത വിജയത്തിനാവശ്യമായ വിശ്വാസപരവും കർമ്മപരവും സ്വഭാവപരവുമായ എല്ലാ നിർദ്ദേശങ്ങളും ഖുർആനിലുണ്ട്. സ്വാധീനശക്തി. ഖുർആനിന് ഹൃദയങ്ങളെ സ്വാധീനിക്കാനുള്ള അപാരമായ ശക്തിയുണ്ട്. ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടായി. ലോകം മുഴുവൻ ഖുർആൻ ആയിരങ്ങളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. വൈജ്ഞാനിക മേന്മ. ഖുർആൻ എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ്. എല്ലാ അറിവുകളും ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഖുർആനിലുണ്ട്. ഇനി അടുത്തത് കാണാം. നഖറു വ നൻസഖ്. വായിക്കുക, എഴുതുക. അൽ ഖുർആൻ കലാമുല്ലാഹ്. അൽ ഖുർആൻ മുഅ്ജിസത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖുർആൻ ഹബ്ലുല്ലാഹിൽ മതീൻ. അൽ ഖുർആൻ കിതാബുല്ലാഹിൽ മജീദ്. അൽ ഖുർആൻ ആഖിറുൽ കുതുബിൽ മുനസ്സല. അത് അവിടെ പ്രിയപ്പെട്ട കൂട്ടുകാർ എഴുതി കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.